ഹലോ, ഈസി റെസിപ്പിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ചിക്കൻ റെസിപ്പിയുടെ വീഡിയോ ആണ് ഇവിടെ കാണിക്കുന്നത്. ചിക്കൻ വരട്ടിയത് അല്ലെങ്കിൽ ചിക്കൻ റോസ്റ്റ് എന്നൊക്കെ പറയാം. ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് 1.5 കിലോ ചിക്കനാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ചിക്കൻ നന്നായി ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. ചിക്കൻ കഴുകുമ്പോൾ കല്ലുപ്പൊക്കെ ഇട്ടിട്ട് കഴുകിയിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അതിനുശേഷം കുറച്ച് വിനീഗർ ഒഴിച്ചിട്ടും ഒന്ന് കഴുകിയിട്ടുണ്ട്. ഞാൻ മസാല തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 2 വലിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞു വെച്ചത്, 1 ബോൾ വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്ത് വെച്ചത്, 10 പച്ചമുളക് നടുവേ കീറിയത്, 3 സവോള ചെറുതായി അരിഞ്ഞു വെച്ചത് എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ചിക്കനിലേക്ക് 1 നാരങ്ങയുടെ ജ്യൂസ് ഫുള്ളായിട്ട് നമുക്ക് പിഴിഞ്ഞു കൊടുക്കാം. അത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് എല്ലാ സ്പൈസസും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മസാലകളൊക്കെ ചിക്കനിൽ നന്നായി പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെക്കണം. അതിനുശേഷം കുറച്ച് ഉപ്പ് ചേർക്കണം. 3 ടീസ്പൂൺ ഉപ്പാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒരു 20 മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങിയാൽ മതി. അപ്പോഴേക്കും മസാലകളൊക്കെ നന്നായി ഇതിൽ പിടിച്ച് കിട്ടും. ഇനി ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് പാൻ ഇവിടെ ചൂടാക്കാൻ വെച്ചു. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിലാണ് ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണ ആകുമ്പോഴാണ് അതിന് കൂടുതൽ ടേസ്റ്റ് കിട്ടുക. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ മാറി നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും ഇട്ട് കൊടുക്കണം. ഏകദേശം ഒരു അരമണിക്കൂർ നമുക്ക് ഇതിൻ്റെ കുക്കിംഗ് ടൈം എടുക്കും. കാരണം കുക്കറിലല്ല ചിക്കൻ വേവിക്കുന്നത്. നമ്മളിങ്ങനെ നേരിട്ട് പാനിലിട്ട് കൊടുത്തിട്ട് വേവിക്കുക തന്നെയാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ സവോള നന്നായിട്ട് ഇനി വഴറ്റി കൊടുക്കാം. നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ട് കാണണം. അപ്പോഴാണ് അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. എന്നിട്ട് എല്ലാവരും ഈ ചിക്കൻ കറി ഒന്ന് ഉണ്ടാക്കി നോക്കൂ, ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കി നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. സവോള ഒരുവിധം നന്നായി വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവോള വഴറ്റുമ്പോൾ ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മസാലയൊക്കെ പുരട്ടിയിട്ട് ചിക്കൻ വയ്ക്കുമ്പോൾ അതിലും ഒരു 3 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടാണ് ചിക്കൻ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ചിക്കനൊക്കെ ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അടച്ച് വെച്ചിട്ട് വേണം വേവിക്കാൻ. ഇത് ചപ്പാത്തിക്കും നെയ്ച്ചോറിനും ഫ്രൈഡ് റൈസിനും ഒക്കെ പറ്റുന്ന നല്ലൊരു ഡിഷാണ്. പിന്നെ നമ്മൾ ചോറ് കഴിക്കുകയാണെങ്കിലും അതിനൊരു കറി ഉണ്ടെങ്കിൽ ഒരു സൈഡ് ഡിഷായിട്ട് നമുക്ക് കഴിക്കാം. ആദ്യത്തെ ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അതിനുശേഷം 10 മിനിറ്റ് ആകുമ്പോൾ തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയപ്പോൾ നല്ല ഗ്രേവിയൊക്കെ വന്നിട്ടുണ്ട്. വീണ്ടും ഒന്ന് കൂടി ഇളക്കി കൊടുത്ത് അടച്ച് വെച്ച് വീണ്ടും വേവിക്കണം. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് വേണം ഇനി കുക്ക് ചെയ്യാൻ. ഓരോ 5 മിനിറ്റ് കൂടുമ്പോഴും തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം കുക്ക് ചെയ്യാൻ. ഇങ്ങനെ ഇപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറായി കഴിഞ്ഞു. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. നല്ല ടേസ്റ്റാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ചിക്കൻ റോസ്റ്റാണ്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക് യു.